ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മാരത്തോൺ ക്ലാസ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം 25th ഒരു 10th പ്രിലിംസ് എക്സാം ഉണ്ട്. അതിനു വേണ്ടിയുള്ള മാരത്തോൺ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി നോക്കും. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. കുറച്ച് ഫാസ്റ്റിലായിരിക്കും ഈ ക്ലാസ് പോവുക. അപ്പോൾ നമുക്ക് ആദ്യം ബയോളജി നോക്കാം. ബയോളജിയിൽ വിറ്റാമിൻസ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസുകൾ. ADEക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോളാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സെറോഫ്താൽമിയ, നിശാന്തത എന്നുള്ള അവസ്ഥകൾ. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? ഒരു ചുവന്ന കണ്ണുള്ള, നല്ല വെളുത്ത മിനുസമുള്ള സ്കിന്നുള്ള, ക്യാരറ്റ് തിന്നുന്ന ഒരു മുയലിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ തന്നെ വിറ്റാമിൻ എയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ക്യാരറ്റിലുണ്ട്, ഇലക്കറികളിലുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം നിശാന്തത, സെറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകും. അതാണ് ഞാൻ ചുവന്ന കണ്ണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതെല്ലാം വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ വേറെ അസുഖങ്ങളുണ്ട്. ഗ്ലോക്കോമ എന്താണ്? ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനുള്ളിലെ മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന അസുഖം. സെറോഫ്താൽമിയ എന്ന അസുഖം പറയുന്നത് കണ്ണ് വരണ്ട് രഹിതമാവുന്ന അവസ്ഥയാണ് സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി പഠിക്കാം. വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ ഡിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഒരു ചെറിയ നായ്ക്കുട്ടി എല്ല് കടിച്ച് പിടിച്ച് സൂര്യപ്രകാശത്തിൽ നടക്കുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ മനസ്സിലാക്കാം? എല്ലിനും ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് ആലോചിക്കാം. അതുപോലെ എല്ലിനും ആവശ്യമായ മൂലകം ഏതാണ്? അത് കാൽഷ്യമാണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ പേര് എങ്ങനെ ആലോചിക്കാം? കാൽസിഫെറോൾ. കാൽസ്യത്തിൻ്റെ കാൽസി എന്ന് പറഞ്ഞിട്ട് കാൽസിഫെറോൾ എന്ന് വിറ്റാമിൻ ഡിനെ ഓർത്ത് വയ്ക്കണം. പിന്നെ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കസ്യ അഥവാ കണ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി റിക്കസ്യ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനും വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ്. ഞാൻ പറഞ്ഞു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ത്വക്കിൻ്റെ അടിയിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. പിന്നെ വിറ്റാമിൻ ഡിയുടെ പേരെന്താ പറഞ്ഞത്? കാൽസിഫെറോൾ എന്ന് പറഞ്ഞു. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കസ്യ അഥവാ കണ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ADE വിറ്റാമിൻ ഇനെ കുറിച്ച് പറയാം. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യതയാണ്. വിറ്റാമിൻ ഇയുടെ പേരെന്താണ്? വിറ്റാമിൻ ഇയുടെ പേര് ടോക്കോഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഇ വേറെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. വന്ധ്യതയാണ് ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖം. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. അതുപോലെ ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ ആണ്. അപ്പോൾ വിറ്റാമിൻ ഇനെ കുറിച്ച് നോക്കിയപ്പോൾ ടോക്കോഫെറോൾ എന്നാണ് പേര്. അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അതിൻ്റെ മറ്റു പേരുകളാണ് ബ്യൂട്ടി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ, അതുപോലെ ഹോർമോൺ വിറ്റാമിൻ എന്ന് പറയുന്നത്. ഇനി ADEK വിറ്റാമിൻ കെനെ കുറിച്ച് പഠിക്കുക. വിറ്റാമിൻ കെ എന്ന് പറയുമ്പോൾ എന്താണ്? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ പേരെന്താണ്? ഫില്ലോക്വിനോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്തായിരിക്കും? രക്തം കട്ടപിടിക്കാതിരിക്കും, രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിറ്റാമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖം. ഇനി നമുക്ക് ജലത്തിലേക്കുന്ന വിറ്റാമിനുകളായ വിറ്റാമിൻ ബിയും സിയും പഠിക്കാം. വിറ്റാമിൻ ബി എന്ന് പറയുന്നത് ഒരു ബി കോംപ്ലക്സ് ആണ്. ആദ്യം വിറ്റാമിൻ സി പഠിച്ചിട്ട് നമുക്ക് വിറ്റാമിൻ ബി പഠിക്കാം. വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? നമ്മൾ ഒരു വെള്ളത്തിൽ ചെറുനാരങ്ങ ഉണ്ടാകുന്ന ലെയിം ജ്യൂസിനെ കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി. വിറ്റാമിൻ സിയെ കുറിച്ച് എല്ലാം പഠിക്കാം. വിറ്റാമിൻ സിയുടെ പേര് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വെള്ളം ചൂടാക്കി എന്ത് സംഭവിക്കും? അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും. അപ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. നമുക്ക് ആലോചിക്കാം. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം. നമ്മൾ വെറുതെ ചൂടാക്കിക്കൊണ്ടേ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഇതിൽ രുചിയെല്ലാം നഷ്ടപ്പെട്ട് ഇല്ലാതാവും. അപ്പോൾ ഈ വിറ്റാമിൻ സി എല്ലാം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിൽ രുചിയെല്ലാം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രഷ് ഫുഡായിട്ടുള്ളതിൽ മാത്രമാണ് വിറ്റാമിൻ ഉണ്ടാവുക. അപ്പോൾ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഇനി വിറ്റാമിൻ ബി കോംപ്ലക്സിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിറ്റാമിൻ ബി കോംപ്ലക്സ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു സൂത്രം ആലോചിക്കണം. നമുക്കത് എല്ലായ്പ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയില്ല. ദ റിനി പെയിൻറ്റഡ് pyramid with a bottle of folic acid. അപ്പോൾ ഇതാണ് പറയുന്ന തയമിൻ. B1ൻ്റെ പേരെന്താണ്? വിറ്റാമിൻ B1ൻ്റെ പേര് തയമിൻ. B1 തയമിൻ. അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി എന്ന അസുഖം.
നെല്ലിൻ്റെ ധാന്യങ്ങളുടെ തൊണ്ടിൽ അല്ലെങ്കിൽ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1 എന്ന് പറയുന്നത്. അടുത്തത് റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്നതും റൈബോഫ്ലാവിനാണ്. വായ, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് റൈബോഫ്ലാവിൻ അഥവാ വിറ്റാമിൻ B2. അതില്ലെങ്കിൽ വായിലുള്ള കീറല് അതൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് റൈബോഫ്ലാവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ദെൻ വിറ്റാമിൻ B3 നിയാസിൻ, വിറ്റാമിൻ B3 അതിൻ്റെ മറ്റു പേരാണ് നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് അഥവാ വിറ്റാമിൻ B3. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര എന്ന അസുഖം. അതുപോലെ ഞാൻ വിറ്റാമിൻ സി പറയുമ്പോൾ വിട്ടുപോയി തോന്നുന്നു. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. എന്താണ് സ്കർവി എന്ന് പറയുന്നത്? വിറ്റാമിൻ ഡി ഞാൻ പറഞ്ഞു, റിക്കസിയ കാണാം, വിറ്റാമിൻ എയുടെ നിശാന്തത, സ്ക്ലിറോഫ്താൽമിയ, കെയുടെ രക്തസ്രാവം പറഞ്ഞിരുന്നു. സിയുടെ അസുഖമാണ് സ്കർവി. B1 ബെറിബറി, B2ൻ്റെ അഭാവം മൂലം വായിൻ്റെ വിണ്ട് കയറൽ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. വിറ്റാമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇനി പാൻറ്റോതെനിക് ആസിഡ് വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B5. അടുത്തത് വിറ്റാമിൻ B6 പിരിഡോക്സിൻ വിറ്റാമിൻ B6 പിരിഡോക്സിൻ. ദെൻ വിത്ത് എ ബോട്ടിൽ B7 ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7. അതേപോലെ ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7. ദെൻ വിത്ത് ബോട്ടിൽ ഓഫ് ഫോളിക് ആസിഡ് വിറ്റാമിൻ B9 എന്നറിയപ്പെടുന്ന ഫോളിക് ആസിഡാണ്. ഫോളിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് എന്ത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്ന ഇതിൻ്റെ അഭാവം മൂലമാണ് വിറ്റാമിൻ B9. ദെൻ വിറ്റാമിൻ B12 കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12. അതിൻ്റെ പേരാണ് സൈനോകോബാലുമിൻ. അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. അതുപോലെ വിറ്റാമിനെ കുറിച്ചുള്ള ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം എന്നറിയപ്പെടുന്ന ജീവകം E ആണ്. അതുപോലെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ജീവകം E ആണ്. പാലിന് മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് റൈബോഫ്ലാവിനാണ്. അതുപോലെ പാല് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും റൈബോഫ്ലാവിൻ അഥവാ വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B2ൻ്റെ മറ്റൊരു പേരാണ് വിറ്റാമിൻ G. ജീവകം കെയുടെ അപര്യാപ്ത രോഗമാണ് ഞാൻ പറഞ്ഞു, രക്തസ്രാവം അല്ലെങ്കിൽ ഹീമോഫൈലിയ. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഓർത്ത് വയ്ക്കാനുള്ള അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ D ആണ്. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ D. അതുകൊണ്ടാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്ക് തന്നെ നിർമ്മിക്കുന്നത്. പച്ചക്കറി വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ അസുഖം മൂലം ഉണ്ടാകുന്ന ഇതാണ് ജീവകം D. അതിൻ്റെ മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് പേരാണ് റിക്കറ്റ്സിയ എന്ന് പറയുന്നത്, മറക്കരുത്. ഇനി നമുക്ക് രോഗങ്ങളും രോഗകാരികളും നോക്കാം. രോഗങ്ങൾ, പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? 1 കോളറ, കുഷ്ഠം, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ആന്ത്രാക്സ്, ഡിഫ്തീരിയ, സിഫിലിസ്, എലിപ്പനി, മെനിഞ്ചൈറ്റിസ്, ക്ഷയം, ട്രക്കോമ, ഗോണറിയ, പ്ലേഗ്, ബോട്ടുലിസം, വില്ലൻ ചുമ ഇവയെല്ലാം പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കോളറ, കുഷ്ഠം, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ആന്ത്രാക്സ്, ഡിഫ്തീരിയ, സിഫിലിസ്, എലിപ്പനി, മെനിഞ്ചൈറ്റിസ്, ക്ഷയം, ട്രാക്കോമ, പ്ലേഗ്, ഗുണേറിയ, വില്ലൻ ചുമ, ബോട്ടുലിസം ഇവയൊക്കെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രധാനപ്പെട്ട കുറച്ച് പനികൾ. 1 പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി. ചിക്കൻ്റെ കാര്യങ്ങൾ: ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, മീസിൽസ്, യെല്ലോ ഫീവർ, സാർസ്, എബോള, ഇൻഫ്ലുവൻസ, വസൂരി, പോളിയോ. കുരങ്ങുപനി, മുണ്ടുനീര്, ജലദോഷം, 5-ാം പനി, ജപ്പാൻ ജ്വരം. കുറേ പനികൾ അതൊക്കെ പറഞ്ഞത്: കുരങ്ങുപനി, 5-ാം പനി, പന്നിപ്പനി, പക്ഷിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്. ചിക്കൻ്റെ 2 ഇതും, പിന്നെ ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, 5-ാം പനി, കുരങ്ങുപനി, അങ്ങനെയുള്ളതെല്ലാം ഏതിലാണ്? വൈറസ് രോഗങ്ങളാണ്. അതുപോലെ പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, വസൂരി, ഇൻഫ്ലുവൻസ, സാഴ്സ്, എബോള, യെല്ലോ ഫീവർ, മീസിൽസ് ഇവയെല്ലാം വൈറസ് അസുഖങ്ങളാണ്. അതുപോലെ നിപ്പയും ഒരു വൈറസ് അസുഖമാണ്. ഇനി പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ്. 1 എയ്ഡ്സിനുള്ളത് എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഡിഫ്തീരിയയ്ക്ക് ഷിക് ടെസ്റ്റ്. കുഷ്ഠത്തിന് ലെപ്രോമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ക്യാൻസറിന് ബയോപ്സിൻ ടെസ്റ്റ്. ക്ഷയത്തിനോ ഡോട്ട്സ് ടെസ്റ്റ്, മാൻഡോക്സ് ടെസ്റ്റ്. മാലക്കണ്ണിനോ റോസ് ബംഗാൾ ടെസ്റ്റ്. ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുക ആൻജിയോഗ്രാമും ECGയും. ടൈഫോയിഡിന് വൈഡൽ ടെസ്റ്റ്. ഡെങ്കിപ്പനിക്ക് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഗർഭാശയ ക്യാൻസറിന് പാപ്സ്മിയൻ ടെസ്റ്റ്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ് പറഞ്ഞത്? 1 കുഷ്ഠത്തിന് പറഞ്ഞത് ലെപ്രോമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഇതിന് ഹൃദ്രോഗത്തിന് ആൻജിയോഗ്രാം അല്ലെങ്കിൽ ECG. ഡിഫ്തീരിയയ്ക്ക് ഷിക് ടെസ്റ്റാണ്. ടൈഫോയിഡിന് വൈഡൽ ടെസ്റ്റാണ്.
എയ്ഡ്സിന് എലിസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റുമാണ്. ക്യാൻസറിന് ബയോപ്സി ടെസ്റ്റ്, ക്ഷയത്തിന് മാൻഡോക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡോട്ട് ടെസ്റ്റ്, ഡെങ്കിപ്പനിക്ക് ടൂർണിക്കറ്റ് ടെസ്റ്റ്, മാലക്കണ്ണിന് റോസ് ബംഗാൾ ടെസ്റ്റ്. ഇവയൊക്കെയാണ് വിവിധ ടെസ്റ്റുകളുള്ളത്. എബോള ഏത് അസുഖമാണ്? അത് ഒരു വൈറസ് മൂലമുള്ള അസുഖമാണ്. ഇനി അസുഖം ബാധിക്കുന്ന അവയവങ്ങളാണ്. ഒന്ന്, ടെറ്റനസ് എവിടെ ബാധിക്കുക? ടെറ്റനസ് TT നമ്മൾ അടിക്കുന്നു. ടെറ്റനസിനെ എവിടെ ബാധിക്കുക? പേശികളെ ബാധിക്കുക. പ്ലേഗ് രക്തധമനികൾ, ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. എയ്ഡ്സ് നമ്മുടെ പ്രതിരോധ സംവിധാനമായ പ്രതിരോധ സംവിധാനത്തെ അഫക്റ്റ് ചെയ്യുക. ലിംഫോസൈറ്റുകളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ആന്ത്രാക്സ് ശ്വാസകോശത്തിനെയും ദഹനവ്യവസ്ഥയും അഫക്റ്റ് ചെയ്യും. കോളറ ചെറുകുടലിനെയാണ് അഫക്റ്റ് ചെയ്യുക. ടൈഫോയിഡ് ചെറുകുടലിനെ അഫക്റ്റ് ചെയ്യുക. കുഷ്ഠം, പോളിയോ, പേവിഷബാധ, പിന്നെ അൾസീമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ് ഇവയെല്ലാം അഫക്റ്റ് ചെയ്യുക നാഡീവ്യവസ്ഥയാണ്. അതൊക്കെ കുഷ്ഠം, പോളിയോ, പേവിഷബാധ, അൾസീമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ് ഇവയെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ന്യൂമോണിയ, വില്ലൻ ചുമ, ക്ഷയം ഇവ അഫക്റ്റ് ചെയ്യുന്നത് ശ്വാസകോശത്തിനെയാണ്. ഇനി മൂലകങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഒന്ന്, മെർക്കുറി അധികം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മീനമാറ്റ ഡിസീസ് അല്ലെങ്കിൽ മീനമാറ്റ രോഗം എന്ന് പറയുന്നത്. ദെൻ കാഡ്മിയത്തിൻ്റെ അധികം മൂലമുണ്ടാകുന്ന അസുഖമാണ് ഇറ്റായി ഡിസീസ്. ദെൻ ആസ്ബസ്റ്റോസിന് കൊണ്ടുള്ള അസുഖമാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. സിലിക്കൻ്റെ അപ്പം എന്തായിരിക്കും? സിലിക്കോസിസ് ആണ്. ഇതവിടെ അഫക്റ്റ് ചെയ്യുക, ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുക. ഫ്ലൂറിൻ മൂലമുണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. പൊട്ടാസ്യം മൂലമുണ്ടാകുന്ന ഹൈപ്പർ കലേമിയ. പൊട്ടാസ്യത്തിന് ശരിക്കുള്ള പേര് കാലിയം എന്നാണ്. കോപ്പറിൻ്റെ അധികം മൂലമുണ്ടാകുന്ന അസുഖമാണ് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ലെഡിൻ്റെ പ്ലംബിസമാണ്. ഇനി ഇവയുടെ അപര്യാപ്ത രോഗങ്ങൾ അതൊക്കെയാണ്. പൊട്ടാസ്യം കമ്മിയായാൽ ഹൈപ്പോകലാമിയ, അധികമായാൽ ഹൈപ്പർ കലാമിയ. ഇരുമ്പിൻ്റെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വാക്സിനുകൾ കണ്ടെത്തിയതിനെ കുറിച്ച് നമുക്ക് നോക്കാം. റാബിസ് വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ലൂയി പാസ്റ്ററാണ്. ആസ്പിരിൻ കണ്ടുപിടിച്ച ആരാണ്? ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻറ്റിംഗ്. ചാൾസ് H ബെസ്റ്റ് ആണ്. ബെസ്റ്റായിട്ട് കണ്ടുപിടിച്ച ആരാണ്? ഇൻസുലിനാണ്. ഫ്രെഡറിക് ബാൻറ്റിംഗ് ആണ് വേറൊരാൾ. ദെൻ പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയി പാസ്റ്ററാണ്. കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ്. BCG വാക്സിൻ കാൽമെറ്റ് പിന്നെ ഗുറൈൻ എന്നീ രണ്ടുപേരാണ് BCG വാക്സിൻ കണ്ടുപിടിച്ചത്. പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ്. അപ്പോൾ ലൂയി പാസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ആലോചിക്കണം? പാസ്ചറൈസേഷൻ, റാബിസ് വാക്സിൻ, കോളറ വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ ഇവയൊക്കെ കണ്ടുപിടിച്ച ആരാണ്? ലൂയി പാസ്റ്ററാണ്. BCG വാക്സിൻ കണ്ടുപിടിച്ചത് കാൽമെറ്റ് ഗുറൈൻ ആണ്. പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചത്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. പ്രധാനപ്പെട്ട ബാക്ടീരിയ അസുഖങ്ങളുണ്ടല്ലോ, ഏത് ബാക്ടീരിയയാണ് പരത്തുന്നത് നോക്കാം. കോളറ പരത്തുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. പരത്തുന്നതിൽ അതിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. ദെൻ സിഫിലിസിന് എന്താണ്? ട്രോപ്പിലിമ പല്ലിഡമാണ്. ബോട്ടുലിസത്തിന് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. ദെൻ ക്ഷയത്തിന് ട്യൂബർക്കുൽ ബാസിലസ് ആണ്. അതേപോലെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഇവയാണ് ക്ഷയം ഉണ്ടാക്കുന്ന ബാക്ടീരിയ. പ്ലേഗിന് യേഴ്സിനിയ പെസ്റ്റിസിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. കുഷ്ഠത്തിന് മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. ആന്ത്രാക്സിന് ബാസിലസ് ആന്ത്രാസിസ് ആണ് ആന്ത്രാക്സ് ഉണ്ടാക്കുന്നത്. ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയാണ്. എലിപ്പനിക്ക് ലെപ്റ്റോസ്പിറ ഇലക്ട്രോ ഹെമറാജിക്കയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. വില്ലൻ ചുമ ബോർഡറ്റെല്ലോ പോർട്ടിസിസ് ആണ്. ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫിയാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. കോളറ വിബ്രിയോ കോളറയാണ്. സിഫിലി ട്രോപ്പിലിമ പല്ലിഡമാണ്. ബോട്ടുലിസം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. പ്ലേഗ് യേഴ്സിനിയ പെസ്റ്റിസിസ് ആണ്. കുഷ്ഠം മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. ആന്ത്രാക്സിസ് ബാസിലസ് ആന്ത്രാസിസ് ആണ്. എലിപ്പനി ലെപ്റ്റോസ്പിറ ഇലക്ട്രോ ഹെമറാജിക്കയാണ്. ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയാണ്. വില്ലൻ ചുമ ബോർഡറ്റെല്ലോ പോർട്ടിസിസ് ആണ്. ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫിയാണ്. ഇവയൊക്കെയാണ് ബാക്ടീരിയ കൊണ്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഇനി വൈറസിൻ്റെ നോക്കാം. 5-ാം പനി പരത്തുന്നത് റൂബിയോള വൈറസാണ്. ജലദോഷം മൂക്കിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. മൂക്കിനെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് റൈനോളജി. അപ്പോൾ മൂക്കിനുള്ള വൈറസ് ഏതായിരിക്കും? ജലദോഷത്തിനുള്ള വൈറസ് എന്തായിരിക്കും? റൈനോ വൈറസാണ്. വസൂരി വെരിയോള വൈറസാണ്. ഡെങ്കിപ്പനി ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ് എന്നിവയാണ്. കുരങ്ങുപനിക്ക് ആരാണ്? ഫ്ലാവി വൈറസാണ്. സാർസ് കൊറോണ വൈറസാണ്. കോവിഡ് അല്ല, ഇത് ഈ ഒരു ക്രമത്തിൽപ്പെട്ടാണ്. അപ്പോൾ സാർസ്, കോവിഡ് അതെല്ലാം കൊറോണ വൈറസാണ്. പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1, പോളിയോ വൈറസ്, ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ, ചിക്കൻ ഗുനിയ ചിക്വി വൈറസ്, എയ്ഡ്സ് HIV വൈറസ്, മുണ്ടുനീരി മിക്സോ വൈറസ്, എബോള വൈറസ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഡെങ്കിപ്പനി പരത്തുന്ന ആൽഫ വൈറസ്, കുരങ്ങുപനി ഫ്ലാവി വൈറസ്, അതുപോലെ KFT വൈറസ് പരത്തുന്നതല്ല ഉണ്ടാക്കുന്നത്. സാർസ് കൊറോണ വൈറസാണ്. 5-ാം പനി റൂബിയോള വൈറസ്. ജലദോഷം
റൈനോ വൈറസ്, വസൂരി വെരിയോള വൈറസ്, എബോള വൈറസ്, ദെൻ സാർസ് കൊറോണ വൈറസ്, പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1, എയ്ഡ്സ് HIV വൈറസ്, ചിക്കൻ ഗുനിയ ചിക്വി വൈറസ്, ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ, പോളിയോമെലിറ്റസ് പോളിയോ വൈറസാണ് ഉണ്ടാക്കുന്നത്. ഇനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. പൂച്ച നൃത്തം അല്ലെങ്കിൽ മർജാര നൃത്ത രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മീനമാറ്റ ഡിസീസാണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഏതാണ്? ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്ന അസുഖമാണ്, കണ്ണിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ആണ്. വൈറ്റ് പ്ലേഗ് അതുപോലെ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാഴ്സ് ആണ്. ഹൈഡ്രോഫോബിയ എന്താണ്? റാബിസ് ആണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. ടൈഫോയിഡ് എൻഡിക് ഫീവറാണ്. ഡിഫ്തീരിയ തൊണ്ടമുള്ളാണ്. ജർമ്മൻ മീസിൽസ് റുബെല്ലയാണ്. മദ്രാസായി എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. ചതുപ്പ് രോഗം മലമ്പിനി. നാവുകരുടെ പ്ലേഗ് സ്കർവിയാണ്. സ്കർവി എന്താ അസുഖം? എന്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് സ്കർവി. ലെപ്റ്റോസ്പോറോസിസ് എലിപ്പനിയാണ്. എലിഫന്റിയോസിസ് മന്താണ്. എലിഫന്റ് പോലെ കാലുണ്ടാവുക എന്നാലോചിച്ചത്. എലിഫന്റിയോസിസ് എന്ന് പറയുന്നത് മന്തിൻ്റെയാണ്. ഫൈലിയറിയാസിസ് എന്നറിയപ്പെടുന്നത് മന്തിനെയാണ്. നാസോഫെരിഞ്ചിറ്റിസ് എന്നറിയപ്പെടുന്നത് ജലദോഷമാണ്. പൈറോസിസ് നെഞ്ചിരിച്ചലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്നും കൂടി പറയാം. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനിയാണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. സ്വിൻ ഡിസീസ് എയ്ഡ്സ് ആണ്. പൂച്ച നൃത്തം അല്ലെങ്കിൽ മർജാര നൃത്തം എന്നറിയപ്പെടുന്ന അസുഖം മീനമാറ്റ ഡിസീസാണ്. അതുപോലെ കർഷകരുടെ രോഗം എലിപ്പനിയാണ്. എലിഫന്റിയോസിസ് ഫൈലാറിയാസിസ് എന്നറിയപ്പെടുന്ന അസുഖം മന്താണ്. ജർമ്മൻ മീസിൽസ് റുബെല്ലയാണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. ഹൈഡ്രോഫോബിയ റാബിസ്. അതുപോലെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രശാഖകൾ നോക്കാം. ഒന്ന് സൈറ്റോളജി എന്ന് പറയുന്നത് സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളെ കുറിച്ചുള്ള പഠനമാണ്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ റൈനോ വൈറസാണ് എന്തിന് കാരണം? ജലദോഷത്തിന് കാരണം. ജലദോഷം എന്ന് മൂക്കിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. ദെൻ ഹെപ്പറ്റോളജി കരട്ടിനെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ്. ഓട്ടോളജി ചെവികളെ കുറിച്ചുള്ള പഠനമാണ്. പാത്തോളജി രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രീനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ്. ഒഫ്തോൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. നെഫ്രോളജി വൃക്കനെ കുറിച്ചുള്ള പഠനമാണ്. ന്യൂറോളജി നാടുകളിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. സൈറ്റോളജി സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ദെൻ ഹിസ്റ്റോളജി ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ കലകളെ കുറിച്ചുള്ള പഠനമാണ്. ഓസ്റ്റിയോളജി എന്താണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ്. ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ്. ഓട്ടോളജി ചെവിയെ കുറിച്ചുള്ള പഠനമാണ്. ഒഫ്താൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. പാത്തോളജി രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രീനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ്. നെഫ്രോളജി വൃക്കനെ കുറിച്ചുള്ള പഠനമാണ്. ന്യൂറോളജി നാടുകളിനെ കുറിച്ചുള്ള പഠനമാണ്. ഇനി ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അതുപോലെ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടലാണ്. അപ്പോൾ ജീവശാസ്ത്രത്തിനും ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് വന്നിട്ട് തിയോഫ്രാസ്റ്റസ് ആണ്. ദെൻ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹനിമാനാണ്. ദെൻ രക്തചംക്രമണം കണ്ടുപിടിച്ച ആരാണ്? വില്യം ഹാർവെയാണ്. രക്തഗ്രൂപ്പിൻ്റെ പിതാവ് ആരാണ്? കാൾ ലാൻഡ് സ്റ്റീനറാണ്. ജീൻ തെറാപ്പി ആൻഡേഴ്സൺ ആണ്. പരിണാമം ചാൾസ് ഡാർവിനാണ്. സൈക്കോളജിയുടെ പിതാവാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൺ ലില്ലിഹൈൻ ആണ്. വൈറോളജി ആരാണ്? WM സ്റ്റാൻലി ആണ്. ക്ലോണിംഗ് ആരാണ്? ഇയാൻ വിൽമുട്ടാണ്. രോഗപ്രതിരോധം അതാരാണ്? എഡ്വേർഡ് ജെന്നറാണ്. മൈക്രോബയോളജി ലൂയി പാസ്റ്ററാണ്. ടിഷ്യൂ കൾച്ചർ ഹേബർ ലാൻഡ് ആണ്. സൈറ്റോളജി ഞാൻ പറഞ്ഞിരുന്നു റോബർട്ട് ഹുക്കാണ്. കീമോതെറാപ്പി ആരാണ്? പോൾ എർലിക്കാണ്. അന്തസ്രാവ്യ വ്യവസ്ഥയുടെ പിതാവ് ആരാണ്? തോമസ് അഡിസൺ ആണ്. വർഗീകരണം കാലിനിയസ് ആണ്. ദെൻ ജനിതശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെൻഡലാണ്. ഫസ്റ്റ് എയ്ഡ് ഇസ്മാർക്കാണ്. ശസ്ത്രക്രിയയുടെ പിതാവ് സുശ്രുതനാണ്. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹനിമാനാണ്. ഇനി നമുക്ക് കുറച്ച് വാക്സിനുകൾ നോക്കാം. ഒന്നാമത്തത് mRNA വാക്സിൻ ഇതിനൊക്കെ എതിരെയാണ്? മീസിൽസ്, മുണ്ടുനീര്, റുബെല്ല ഈ മൂന്നിനെതിരെയാണ് mRNA വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ കോവിഷീൽഡ്, കോവാക്സിൻ, ഫൈസർ, സ്പുട്നിക് 5 എല്ലാം ഇതിനെതിരെയാണ്. COVID-19 ഏതൊക്കെയാണ്? സ്പുട്നിക് 5, കോവാക്സിൻ, ഫൈസർ, കോവിഷീൽഡ്. വാരിസെല വാക്സിൻ ഇതിനെതിരെയാണ്? ചിക്കൻ ബോക്സിനെതിരെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. HIV വാക്സിൻ എന്തിനാണ്? ഇൻഫ്ലുവൻസയ്ക്കെതിരെയാണ്. ഇനി നമുക്ക് ഹോർമോണുകളെ കുറിച്ച് പഠിക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവസ്ഥയാണ്
അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഹോർമോണുകൾ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടാത്ത ഗ്രന്ഥികളാണ് ബഹിസ്രാവി ഗ്രന്ഥികൾ. അതേസമയം രക്തത്തിലോട്ട് നേരിട്ട് ഹോർമോണുകളെ കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ കുറിച്ച് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതിൻ്റെ വേറൊരു പേരാണ് പീയൂഷ ഗ്രന്ഥി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതെന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നത്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഗോണഡോട്രോപിക് ഹോർമോൺ എന്തിനാണ്? പുരുഷന്മാരിലെ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഗോണഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപിക് ഹോർമോൺ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. അതുതന്നെയാണ് വളർച്ച ഹോർമോൺ എന്നറിയപ്പെടുന്നത്. പിന്നെ പ്രോലാക്റ്റിൻ എന്തിനാണ്? മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഗർഭാശയ ഭിത്തിയിലെ സങ്കോചനത്തിനും അതുപോലെ പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിറ്റോസിനാണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് വാസോപ്രസിനാണ്. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാസിറ്റോണിനും. തൈറോക്സിന്റെ പ്രവർത്തനം എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണും അത് തൈറോക്സിനാണ്. അതുപോലെ തന്നെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും അതിന്റെ വികാസവും ഒക്കെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈറോക്സിനാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. അതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിൻ അടങ്ങിയിട്ടുള്ള ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈറോക്സിനാണ്. ഇനി പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. പാരാതെർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്ന അസുഖം. ഇനി ബഹിസ്രാവി ഗ്രന്ഥിയായിട്ടും അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്നാണ് ഇംഗ്ലീഷിന്റെ പേര്. എൻസൈമും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോണുകൾ ഏതൊക്കെയാണ്? കോർട്ടിക്കോസ്റ്റീറോയിഡുകളാണ്. അഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്ന വൃക്കയുടെ മുകളിലാണ് കാണപ്പെടുന്നത്. ഇപ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റീറോൺ. മറക്കരുത്, ആൽഡോസ്റ്റീറോൺ എന്തിനെ സഹായിക്കുന്നത്? ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നതാണ് ആൽഡോസ്റ്റീറോൺ എന്ന് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്ന വൃക്കയുടെ മുകളിലാണ്. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് ശരീരത്തെ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സജ്ജമാക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അതാണ് എപ്പിനെഫ്രിൻ. അതല്ലെങ്കിൽ അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നതും എപ്പിനെഫ്രിനാണ്. ഭയം, അതുപോലെ പോരാടുക അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. പിന്നെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ശിശുക്കളിലാണ് കാണപ്പെടുക. വലുതാകുന്ന സമയത്ത് അത് ചുരുങ്ങിപ്പോകും. പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് സെറട്ടോണിൻ, മെലറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലറ്റോണിനാണ്. പിന്നെ സെറട്ടോണിൻ എന്തിനെ സഹായിക്കുന്നത്? മനുഷ്യനിലെ വൈകാരികാവസ്ഥ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഈസ്ട്രോജൻ എന്തിനെ സഹായിക്കുന്നത്? സ്ത്രീകളുടെ ലൈംഗികത, വളർച്ച, ആർത്തവചക്രം, അണ്ഡോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അതേസമയം പ്രൊജസ്റ്ററോൺ എന്തിനാണ്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ് ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. വളർച്ചാ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. ദെൻ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് സെറട്ടോണിൻ, മെലറ്റോണിൻ. ശൈശവ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയാണ്. മറ്റെല്ലാ ഗ്രന്ഥികളും നിയന്ത്രിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. ദെൻ ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. മറ്റെല്ലാ ഗ്രന്ഥികളുടെയും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. അതുകൊണ്ട് പീയൂഷ ഗ്രന്ഥി എന്താ അറിയപ്പെടുന്നത്? നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ്.
കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പറ്റില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് ഓർത്താൽ മതി. പാറ്റലിയാണ്. മൊത്തം അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 206 നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം അത് 300. അക്ഷയാസ്ഥികൂടത്തിലെ അസ്ഥികൾ 80. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ 126. അങ്ങനെ ടോട്ടലായിട്ട് 206 അസ്ഥികളാണ് ഉള്ളത്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം അത് കാൽസ്യമാണ്. ശരീരത്തിൽ ഏറ്റവും ദൃഢമേറിയ കല അല്ലെങ്കിൽ ടിഷ്യൂ എന്നറിയപ്പെടുന്നത് അത് അസ്ഥികളാണ്. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു അത് അറ്റ്ലസ് ആണ്. നട്ടെല്ലിലെ അവസാനത്തെ കശേരുവിൻ്റെ പേര് കോക്സിക്സ് ആണ്. അപ്പോൾ നട്ടെല്ലിൻ്റെ ആദ്യത്തെ കശേരു ഏതാണ്? അറ്റ്ലസ് ആണ്. നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരു ഏതാണ്? കോക്സിക്സ് ആണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. കർണപടത്തിലെ അസ്ഥിയുടെ പേരാണ് മാലേസ് ഇംഗസ് സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജിയാണ്. ഇനി പേശി വ്യവസ്ഥ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ആകെ പേശികൾ 639 ഉള്ളത്. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജിയാണ്. എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? അത് ഹൃദയത്തിൻ്റെ പേശിയാണ്. പേശികളില്ലാത്ത അവയവം ഏതാണ്? അത് ലങ്സ് ആണ്. പിന്നെ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കം ഏതാണ്? സെറിബലമാണ്. അതുകൊണ്ട് തന്നെ മദ്യം അഫക്റ്റ് ചെയ്യുന്ന ഭാഗം സെറിബലമാണ്. അതുകൊണ്ടാണ് പേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അത് കുഴഞ്ഞു വീഴുന്നത്. എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. ഏറ്റവും ചെറിയ പേശി ചേപ്പിഡിയാസ് ആണ്. ഇനി നമുക്ക് കോശങ്ങളെ കുറിച്ച് നോക്കാം. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞു. അതുപോലെ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവും അരിസ്റ്റോട്ടലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് പറഞ്ഞിരുന്നു തിയോഫ്രാസ്റ്റസ് ആണ്. ഏറ്റവും ചെറിയ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം, ജീവികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹൂക്കാണ്. റോബർട്ട് ഹൂക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണാണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. മൈക്രോഗ്രാഫി എന്ന പുസ്തകം റോബർട്ട് ഹൂക്കിൻ്റെയാണ്. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ സ്ലീഡനാണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അത് പരിഷ്കരിച്ചത് വിർച്വലായിട്ടുള്ള തിയോഡർ റുഡോൾഫ് വിർഷോയാണ്. പ്രോകാരിയോട്ട് കോശങ്ങൾ, യൂകാരിയോട്ട് കോശങ്ങൾ, കാരിയോട്ടുള്ള കോശങ്ങളാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. കാരിയോട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യൂകാരിയോട്ടിക്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക്. കോശമർമ്മം കണ്ടുപിടിച്ച റോബർട്ട് ബ്രൗൺ ആണ്. DNA ധർമ്മം എന്ന് പറയുന്നത് പാരമ്പര്യ സ്വഭാവ പ്രശ്നമാണ്. RNA ധർമ്മം എന്ന് പറയുന്നത് മാംസ്യ സംശ്ലേഷണമാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ഊർജ്ജ തന്മാത്രകൾ എന്നറിയപ്പെടുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നിർമ്മിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സിലേക്ക് തള്ളി നിൽക്കുന്ന ഉന്തി നിൽക്കുന്ന മൈറ്റോകോൺട്രിയയുടെ ഭാഗമാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലേക്ക് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു NH ആയിട്ട് ആലോചിക്കുക. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയലാണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ക്രബ് സൈക്കിൾ. അതിലൂടെയാണ് ATP തന്മാത്രകൾ ഉണ്ടാകുന്നത്. ദെൻ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി, കോശത്തിൻ്റെ പവർ ഹൗസ് എന്നെല്ലാം അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് പക്ഷേ ഗോൾഗി കോംപ്ലക്സ് ആണ്. ആത്മഹത്യ സഞ്ചികൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൊമിനേഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലൈസോസൈമാണ്. ലൈസോസോമാണ്. ലൈസോസൈം കാണുന്നത് എൻസൈമാണ്. അതവിടെ ഉണ്ടാവുക കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ലൈസോ പറയുന്നതല്ല, നശീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ബാക്ടീരിയ എല്ലാത്തിനും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈസോസോം അല്ലെങ്കിൽ ലൈസോസൈം എന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണ്. രണ്ട് തരം കോശവിഭജനമാണുള്ളത്, മൈറ്റോസിസും മിയോസിസും. ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം സാധാരണ കോശങ്ങൾ നടക്കുന്നതാണ്. ഊനഭംഗം പ്രത്യുൽപാദന കോശങ്ങൾ നടക്കുന്നതാണ്. ക്രമഭംഗത്തിലൂടെ 2 പുത്രക കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഊനഭംഗത്തിലൂടെ 4 പുത്രക കോശങ്ങൾ ഉണ്ടാകും. ദെൻ ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രക കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം മാതൃകോശത്തിന് തുല്യമായിരിക്കും. അതേസമയം ഊനഭംഗത്തിലുണ്ടാകുന്ന ക്രോമസോമുകളുടെ എണ്ണം പകുതിയായിരിക്കും. ഓസ്മോസിസ്, ഡിഫ്യൂഷന്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് ഓസ്മോസിസ് പറഞ്ഞാൽ ഒരു സ്ഥലത്തിലൂടെ ഗാഢതയുടെ വ്യത്യാസത്തിൽ ജലം കടന്നു വരുന്ന ഒരു അവസ്ഥയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് പോകുന്നതാണ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെയാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഗാഢതയുടെ അടിസ്ഥാനത്തിന് ഓപ്പോസിറ്റായിട്ട്, ഗാഢതയുടെ വ്യത്യാസത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഊർജം കൊണ്ട് ഡിഫ്യൂഷൻ നടത്തിപ്പിക്കുന്നതാണ്. ഊർജം കൊണ്ട്
തന്മാത്രകളെ സംവഹനം ചെയ്യിക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ആൻറ്റി ട്രാൻസ്പെറൻ്റ് ആണ് ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. സസ്യഛേദനത്തിനെ നിയന്ത്രിക്കുന്ന വസ്തുക്കളാണ് ആൻറ്റി ട്രാൻസ്പെറൻറ്റ് എന്നറിയപ്പെടുന്നത്. കോശ ശ്വസനം നടക്കുന്നത് അവിടെ വെച്ചാണ്. 2 തരത്തിലാണ് കോശ ശ്വസനം കംപ്ലീറ്റ് ആകുന്നത്. ഒന്ന് കോശ ദ്രവ്യത്തിനുള്ളിൽ വെച്ച്, അപ്പോൾ 2 ATP തന്മാത്രകളാണ് ഉണ്ടാവുക. അവിടെ നമുക്ക് ഓക്സിജൻ്റെ ആവശ്യമില്ല. അതേസമയം മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ക്രബ്സ് പരിവൃത്തി എന്ന ഇത് നടക്കുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ആവശ്യമുള്ളത്. അങ്ങനെ ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATPകളുടെ എണ്ണം 28ആണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് ലഭിക്കുന്ന ATPയുടെ എണ്ണം എന്ന് പറയുന്നത് 30 നമ്പറാണ്. ഇനി വിവിധതരം ടിഷ്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആവരണകല, നാഡികല, പേശികല, യോജകകല. മാക്സിമം ഉള്ള കലകളാണ് യോജക കലകൾ എന്ന് പറയുന്നത്. ഇവ മറ്റുള്ളവയെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അസ്ഥി, രക്തം, നാരുകല, തരുണാസ്ഥി എന്നിങ്ങനെയുള്ള വിവിധതരം യോജക കലകളുണ്ട്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ എന്തിനു സഹായിക്കുന്നു? രക്തം നടത്തുന്നു. അതൊരു യോജക കലയാണ്. പേശികല എന്ന് പറഞ്ഞാൽ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും ഉള്ള കഴിവുകളുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നവയാണ് പേശികലകൾ. ശരീരചലനം സാധ്യമാക്കുന്ന കോശങ്ങൾ അടങ്ങിയിട്ടുള്ള ടിഷ്യൂസാണ് പേശികലകൾ എന്ന് പറയുന്നത്. നാഡീകലകൾ എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലകളാണ്. നാഡീവ്യവസ്ഥ അത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രവർത്തനം. ആവരണകല എന്ന് പറഞ്ഞാൽ ശരീരത്തെ പൊതുവെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കലകളാണ് ആവരണ കലകൾ എന്ന് പറയുന്നത്. അന്നപാദത്തിൻ്റെ ഉൽപ്പത്തിയെല്ലാം പൊതുവെ സംരക്ഷിച്ചിരിക്കുന്നത് ആവരണ കലകളാണ്. ഇനി നമുക്ക് ജ്ഞാനേന്ദ്രിയം നോക്കാം. ആദ്യം കണ്ണ് നോക്കാം. കണ്ണിൽ എന്തൊക്കെയുണ്ട്? കണ്ണിൽ വിട്രിയസ് അറയുണ്ട്, വിട്രസ് ദ്രവമുണ്ട്, അക്വസ് അറയുണ്ട്, അക്വസ് ദ്രവമുണ്ട്. വിട്രസ് അറ എവിടെയുള്ളത്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രസ് ദ്രവമുള്ളത്. അവിടെ തന്നെയാണ് വിട്രസ് അറ എന്ന് പറയുന്നത്. അതേസമയം ലെൻസിനും കോർണിയയ്ക്കും ഇടയിലുള്ളതാണ് അക്വസ് അറ എന്നറിയപ്പെടുന്നത്. അതാണ് അക്വസ് ദ്രവം എന്നറിയപ്പെടുന്നത്. നേത്രവളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം എന്നറിയപ്പെടുന്നത്. പീതബിന്ദു, യെല്ലോ സ്പോട്ട് എന്നറിയപ്പെടുന്നത് ഏറ്റവും പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗത്തുമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. അന്ധബിന്ദു എന്ന് പറയുന്നത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായതാണ്. അതുപോലെ അത് തലകീഴായിട്ടാണ് നമ്മുടെ അവിടെ ഉണ്ടാകുന്നത്. പിന്നെ പീതബിന്ദു അറിയപ്പെടുന്നത് യെല്ലോ സ്പോട്ട് എന്നാണ്. ധുവപാള് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഹർമീന്ദർ സിംഗ് ചദ്ദുവ. അന്ന് ഓർത്തു വയ്ക്കാം. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്ത് ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത്. കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ദെൻ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും രാത്രി കാലങ്ങളിൽ പ്രകാശമില്ലാത്ത സമയത്ത് നമ്മളുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് അതുകൊണ്ട് തന്നെ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. അതേസമയം കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് പ്രകാശമുള്ള സമയത്ത് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് നിറം തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. റോഡുകളിലെ വർണ്ണവസ്തു എന്ന് പറയുന്നത് റോഡോപ്സിനാണ്. റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റോഡോപ്സിനാണ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയോഡോപ്സിനാണ്. കണ്ണിൻ്റെ ജീവമേയിൽ നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിൻ്റെ ഘടകം റെറ്റിനാലാണ്. പിന്നെ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് അതിൻ്റെ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ കണ്ണിനുള്ള കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. അതേസമയം വീക്ഷണ സ്ഥിര പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ കണ്ടാൽ അതിൻ്റെ എഫക്റ്റ് 1/16 സമയത്ത് നമ്മുടെ കണ്ണിലുണ്ടാകും. ആ ഒരു അവസ്ഥയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് രോഗാണുക്കളെ നശിപ്പിക്കാൻ കണ്ണിലുണ്ടാകുന്ന എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് സിങ്കാണ്. കണ്ണിനെക്കുറിച്ച് പിന്നെ പറയാനുള്ള 2 രോഗങ്ങളാണ് ഗ്ലോക്കോമയും സീറോഫ്താൽമിയും. നിശാന്തത ജീവമേയുടെ അപര്യാപ്തത മൂലമാണ് എന്തൊക്കെയുണ്ടാകുന്നത്? സീറോഫ്താൽമിയും നിശാന്തതയും ഉണ്ടാകുന്നത്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരം എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിൽ മർദ്ദമുണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതുപോലെ നേത്രാവരണം കോർണിയയും വരണ്ട ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയപ്പെടുന്നത്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇനി ചെവിയെക്കുറിച്ച് പഠിക്കാം. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ബാഹ്യകരണം, മധ്യകരണം, അന്തർകരണം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ബാഹ്യകരണത്തിൽ ഉൾപ്പെടുന്നതാണ് ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ. മധ്യകരണത്തിലെ പ്രധാന അസ്ഥിഭാഗങ്ങളാണ് ഏതൊക്കെ? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നറിയപ്പെടുന്നത്. മധ്യകരണത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് അസ്ഥി ശൃംഖല, യൂസ്റ്റേഷ്യൻ നാളി, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവയാണ്
മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള സ്ഥലമാണ് കർണപടം എന്ന് പറയുന്നത്. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം സഹായിക്കുന്നവയാണ് യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തിന് എന്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഗ്രസനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയപ്പെടുന്നത്. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3 മാലിയ, സിംഗസ്, സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയപ്പെടുന്നത്. ഇനി സ്റ്റേപ്പിസിന്റെ ചലനത്തിലൂടെ ഗ്ലോക്യുലത്തിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ എന്ന് പറയപ്പെടുന്നത്. ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബിളും കോക്ലിയയും. കോക്ലിയ നമ്മുടെ ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് കോക്ലിയ. അതേസമയം അർദ്ധവൃത്തകാരക്കുഴലും വെസ്റ്റിബിളും ചേർന്നാണ് നമ്മുടെ ശരീര തൊഴിൽനില പാലിക്കുന്നത്. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളാണ് എൻഡോലിംഫും പെരിലിംഫും. ശരീര തൊഴിൽനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ വെസ്റ്റിബുളത്തിലെ 2 ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കോക്ലിയ. കോക്ലിയയിലെ അറകളുടെ എണ്ണം അത് 3. ഒച്ചിൻ്റെ ആകൃതിയാണ് കോക്ലിയയ്ക്കുള്ളത്. കോക്ലിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫാണ്. അതേസമയം ബാക്കിയുള്ള അവിടെയെല്ലാം നിറഞ്ഞിരിക്കുന്നത് എൻഡോലിംഫാണ്. കോക്ലിയയിലെ മധ്യ അരയ്ക്കും താഴത്തെ അരയും തമ്മിൽ ഉദ്ധരിക്കുന്ന ഭാഗം ബേസിലർ സ്ഥലമാണ്. കോക്ലിയക്കുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോയാണ്. മനുഷ്യന്റെ ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 to 20,000 ഹെർട്സ് ആണ്. അടുത്തത് നാവ്. നാവിനെ കുറിച്ച് പറയുമ്പോൾ നാവിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നതാണ് സ്വാദുമുകുളങ്ങൾ. പാപ്പിലകൾ എന്ന് പറയപ്പെടുന്നത് നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു കാണപ്പെടുന്ന മുഴകളാണ് എന്ത് പറയുന്നത് പാപ്പിലകൾ എന്നറിയപ്പെടുന്നത്. പാപ്പിലകളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് രാസഗ്രാഹ ഗോളങ്ങളാണ് സ്വാദുമുകുളങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ എന്തൊക്കെ രുചികളാണ് അറിയപ്പെടുന്നത്? മധുരം, കയ്പ്, ഉപ്പ്, പുളിപ്പ്, ഉമാമി. മധുരം വന്നിട്ട് നാവിന്റെ ഫ്രണ്ടിലുള്ള ബഡ്സ് ആണ് അറിയുക. കയ്പ് വന്നിട്ട് നാവിന്റെ ബാക്കിൽ, ഉപ്പും പുളിപ്പും സൈഡിൽ ദോർത്ത് വയ്ക്കുക. അടുത്തത് മൂക്കിനെ കുറിച്ചുള്ള പഠനം ഞാൻ പറഞ്ഞിരുന്നു. റൈനോളജി അല്ലെങ്കിൽ റൈനോളജി എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ റൈനോ വൈറസ് പരത്തുന്ന രോഗമല്ല, റൈനോസ് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് ജലദോഷം എന്ന് പറയുന്നത്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾഫാക്ടറി നെർവ് എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ത്വക്കാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം അതുപോലെ ഏറ്റവും വലിയ അവയവം ഇവ രണ്ടും ത്വക്കാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം അത് ത്വക്കാണ്. സ്വേദഗ്രന്ഥികളുണ്ട്, ഇതിൽ സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി എന്നറിയപ്പെടുന്നത് വൈറസ് ആണ്. നാഡീവ്യവസ്ഥയെ കുറിച്ച് പഠിക്കാം. നാഡീവ്യവസ്ഥയിൽ പ്രധാനമായും പറയപ്പെടുന്നത് ന്യൂറോണിനെ കുറിച്ച് പഠിക്കുകയാണ്. ന്യൂറോണിൽ എന്തൊക്കെയുണ്ട്? കോശ ശരീരമുണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. എന്തൊക്കെയാണ് ആക്സോൺ എന്ന് പറയുന്നത്? നീണ്ട തണ്ടു. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ചെറിയ തണ്ടു. അത് പിരിഞ്ഞാൽ ഡെൻഡ്രൈറ്റ്. ആക്സോൺ പിരിഞ്ഞാൽ ആക്സണൈറ്റ്. അവസാനമുള്ള മുകുളങ്ങളാണ് എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബിൽ അടങ്ങിയിരിക്കുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയപ്പെടുന്നത്. ആവേഗങ്ങൾ അവിടെ എത്തുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ നിന്നും സിനാപ്റ്റിക് നോബിൽ നിന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സിനാപ്റ്റിക് വിടവിലേക്ക് വരും. സിനാപ്റ്റിക് വിടവിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് അതങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഈ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നത്? കോശസ്തരത്തിനുള്ളിൽ മുകളിൽ വിശ്രമാവസ്ഥയിൽ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും. വെന്നവർ എന്തെങ്കിലും ഉദ്ദീപനം ഉണ്ടാകുന്ന സമയത്ത് ആ പോളാരിറ്റി ചേഞ്ച് ചെയ്യും. പിന്നെ കോശ ശരീരത്തിലെ ചില ന്യൂറോൺസുകൾ മൈലിൻ ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അവ അറിയപ്പെടുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളറായിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് മൈലിൻ ഷീറ്റുള്ള കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. അതേസമയം മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ന്യൂറോണുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഗമുള്ള ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. അപ്പോൾ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് നാഡികളിലെ മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ എന്ന് പറയുന്നത് ശ്വാൻ കോശങ്ങളും. അതേസമയം മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും കൊണ്ടാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ആവേഗങ്ങളുടെ വേഗത ഇൻക്രീസ് ചെയ്യാൻ ഈ മൈലിൻ ഷീറ്റ് എല്ലാം സഹായിക്കുന്നുണ്ട്. ന്യൂറോണിൻ്റെയും പേശി കോശത്തിൻ്റെയും ഇടയിലുള്ള നാഡീപ്രേഷകം അസറ്റൈൽ കൊളൈൻ ആണ്. അപ്പോൾ നാഡീപ്രേഷകങ്ങൾ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു ഉദാഹരണമാണ്. അസറ്റൈൽ കൊളൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ പറഞ്ഞാൽ നാഡീയ പ്രേഷകങ്ങളാണ്. നാഡി തന്തുക്കളുടെ ഒരു കൂട്ടത്തിനെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള നാഡികളാണ് ഉള്ളത്: സംവേദന നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. സംവേദന നാഡി എന്ന് പറഞ്ഞാൽ സംവേദനം സ്വീകരിച്ച് സുഷുമ്നയിൽ എത്തിക്കുന്നതാണ് സംവേദന നാഡികൾ. പ്രേരക നാഡികൾ എന്ന് പറഞ്ഞാൽ സുഷുമ്നയിൽ നിന്നുള്ള അവയവങ്ങളിലേക്ക് എത്തിക്കുന്നവയാണ് പ്രേരക നാഡികൾ എന്ന് പറയുന്നത്. സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞാൽ സംവേദന നാഡികളും സമ്മിശ്ര നാഡികളുടെയും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നവയാണ് സമ്മിശ്ര നാഡികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി അത് സയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി അത് വാഗസ് നാഡിയാണ്.
മൊത്തം എത്ര നാഡികളുണ്ട്? 43 ജോഡി നാഡികളാണ് ഉള്ളത്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമാണ് ഉള്ളത്. ഇനി നാഡീവ്യവസ്ഥയെ നമുക്ക് എങ്ങനെ തിരിക്കാം? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുമ്നയും വരുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥയിലാണ് നാഡിഗംഗ്ലിയൻ, അതുപോലെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അങ്ങനെയുള്ളതെല്ലാം വരുന്നത് പെരിഫറൽ നാഡി വ്യവസ്ഥയിലാണ്. ഇനി മസ്തിഷ്കത്തെ നോക്കുകയാണെങ്കിൽ സെറിബെലം, തലാമസ്, ഹൈപ്പോതലാമസ് ഇതെല്ലാം വരുന്നത് തലച്ചോറിലാണ്, മസ്തിഷ്കത്തിലാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന അസ്ഥിഘടകമാണ് ക്രാനിയം അല്ലെങ്കിൽ കപാലം എന്ന് പറയുന്നത്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. കപാലത്തിന് താഴെ 3 സ്ഥലമുള്ള പാളിയാണ് മെഞ്ചസ്. അതിലടങ്ങിയിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സെറിബെലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് പ്രധാന ഭാഗങ്ങൾ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചന, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സും ആന്തരഭാഗം മെഡുലയുമാണ്. സെറിബ്രത്തിൻ്റെ ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും അതുപോലെ ശരീരത്തിൻ്റെ വലതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രത്തിൻ്റെ ഇടതുഭാഗവുമാണ്. ഇനി സെറിബെലം എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന അതുപോലെ കൺട്രോൾ ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബെലം എന്ന് പറയുന്നത്. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെലം. അതുപോലെ മദ്യം ഭാഗിക്കുന്ന ഭാഗമാണ് സെറിബെലം എന്ന് പറയുന്നത്. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെലം. അതുകൊണ്ട് തന്നെ മദ്യം കഴിച്ചാൽ അത് സെറിബ്രത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക. പിന്നെ മദ്യം മസ്തിഷ്കത്തിൻ്റെ ഗാബ എന്നുള്ള നാഡീയ പ്രേഷകത്തെ ഉത്തേജിപ്പിക്കും, അതിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തും. അതിൻ്റെ പേരാണ് ഗാമ അമിനോ ന്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസാരണ കേന്ദ്രമായി വർക്ക് ചെയ്യുന്നവയാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. അതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ്, മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇനി സുഷുമ്ന മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയെ കാണുന്ന ഭാഗമാണ്. നടത്തം, ഓട്ടം തുടങ്ങിയ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. സുഷുമ്നയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അത് അവിടെയാണ് സുഷുമ്നയുടെ സെൻട്രൽ കനാലിലാണ് അടങ്ങിയിരിക്കുന്നത്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടുണ്ട്. സംവേദന ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ട് പറഞ്ഞാൽ സുഷുമ്നയിൽ നിന്നുള്ള ആവേഗങ്ങൾ പുറപ്പെടുന്നവയാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. പിന്നെ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരസിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടിയിട്ടുള്ളവയാണ്. നട്ടിലിൻ്റെ ഇരുവശങ്ങളും ഗാംഗ്ലിയൻ ശൃംഖലകളും അവയുടെ ബന്ധപ്പെട്ട നാടുകളും ചേർന്നതാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടാനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാനോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു സമയത്ത് ആക്റ്റീവ് ആകുന്ന വ്യവസ്ഥയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ. അതേസമയം പാരസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാനത്തെ ഭാഗമായ ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാടുകൾ ചേർന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന് റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന വ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നാടിക്ക് സംഭവിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? അപസ്മാരം, അൾസിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, പോളിയോമെലിറ്റിസ്, തളർവാദം, മെനിഞ്ചൈറ്റിസ് ഇതൊക്കെ സംഭവിക്കുന്നത് നാഡീവ്യവസ്ഥയ്ക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അതേസമയം സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. അടുത്തത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജിയാണ്. ലിവറിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 to 6 ലിറ്ററാണ്. രക്തത്തിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മയുണ്ട്, അരുണരക്താണുക്കളുണ്ട്, ശ്വേതരക്താണുക്കളുണ്ട്. പ്ലാസ്മയെ കുറിച്ച് പറയാം. പ്ലാസ്മയുടെ
നിറം എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറമാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് ഏകദേശം 55%. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഏതാണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ഫൈബ്രോനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തിനെ സഹായിക്കുന്നത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നവയാണ്. ഫൈബ്രോനോജൻ എന്ന ഭാഗം പ്ലാസ്മയിലെ പ്രോട്ടീനാണിത്. ഇനി രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? അരുണ രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സുകളുണ്ട്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിൽ നിന്നുമാണ്. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 ദിവസമാണ്. അരുണ രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ വസ്തുവാണ്. ഈ ഹീമോഗ്ലോബിനാണ് 4 ഓക്സിജൻ ആറ്റങ്ങളെ ക്യാരി ചെയ്തിട്ട് നമ്മുടെ ക്യാരി ചെയ്യുന്നത്. ഹീമോഗ്ലോബിന് ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജനെ ക്യാരി ചെയ്യും. അതിന് 4 ഇരുമ്പ് തന്മാത്ര ഹീം എന്നുള്ള പാർട്ടുണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ധാതുവാണ്, മൂലകമാണ് ഏത്? ഇരുമ്പ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം അതും പ്ലീഹയാണ്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അടുത്തത് ശ്വേത രക്താണുക്കൾ. ശ്വേത രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ പോരാളി പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. പ്രധാന ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, എസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏറ്റവും വലിയ രക്താണു എന്ന് പറയുന്നത് ശ്വേത രക്താണു. ഏറ്റവും വലിയ ശ്വേത രക്താണു ഏതാണ്? അപ്പോൾ മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ രക്താണു ഏതാണ്? ശ്വേതരക്താണു, അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ രക്താണു എന്ന് പറയുന്നത് ശ്വേതരക്താണു ആണെന്ന് അറിയിക്കുക. ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. അതേസമയം ഏറ്റവും ഒറ്റയ്ക്ക് വരുന്നവനാണ്, വഴിവിട്ട് വന്നവനാണ് എന്ന് പറയില്ല. അപ്പോൾ മോണോ ആണ് ഏറ്റവും വലുതെന്ന് ആലോചിക്കുക. രണ്ടാമത്തെ ഏറ്റവും ചെറിയ ശ്വേതരക്താണു അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നവയാണ് ന്യൂട്രോഫിൽ എന്നുള്ള ശ്വേത രക്താണു. പിന്നെ ശ്വേത രക്താണുക്കൾ രോഗാണുക്കൾ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലൈസോസോം കോശത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കുന്ന സമയത്തും നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മറക്കരുത്. ഗ്രാനുലോസൈറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വെളുത്ത രക്താണുക്കളാണ് അത് ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബേസോഫിൽ. അതേസമയം ഗ്രാനുലോസൈറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന വെളുത്ത രക്താണുക്കളാണ് മോണോസൈറ്റും ലിംഫോസൈറ്റും. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് രക്താർബുദം. അതിൻ്റെ പേരാണ് ലുക്കീമിയ. അതേസമയം രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുള്ള രോഗമാണ് ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. അപ്പോൾ രക്താർബുദം, ല്യൂക്കോപീനിയ എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നവയാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ഇനി രക്തഗ്രൂപ്പുകൾ നോക്കാം. RH ഘടകം അനുസരിച്ചാണ് രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വേർതിരിക്കുന്നത്. രക്തത്തിലെ രക്തഗ്രൂപ്പുകൾ RH ഘടകം എന്ന് കണ്ടെത്തിയത് കാൾ ലിൻസ്റ്റീനറാണ്. രക്തപരിപാലന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തം കട്ടപിടിക്കുന്ന സമയം 3 to 8 മിനിറ്റാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു മൂലകം അത് കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫൈബ്രോനോജനാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനസിസ് ആണ്. ഇനി ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. രക്തഗ്രൂപ്പിൽ ആന്റിജൻ A ഉണ്ടാവും, ആന്റിബോഡി B ഉണ്ടാവും. B രക്തഗ്രൂപ്പിൽ ആന്റിജൻ B ഉണ്ടാവും, ആന്റിബോഡി A ഉണ്ടാവും. ഇനി ABയിൽ എന്തുണ്ടാവും? ആന്റിജൻ എയും ബിയും ഉണ്ടാവും, ആന്റിബോഡി ഒന്നും ഉണ്ടാവില്ല. അതേസമയം O ഗ്രൂപ്പിൽ ആന്റിജൻ ഒന്നും ഉണ്ടാവില്ല, ആന്റിബോഡി എയും ബിയും ഉണ്ടാവും. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് O പോസിറ്റീവാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ബെൻഡെയാണ്. രക്തഗ്രൂപ്പ് എ ഉള്ളവർക്ക് എയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. ബി ഉള്ളവർക്ക് ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. AB ഉള്ളവർക്ക് എയിൽ നിന്ന് സ്വീകരിക്കാം, ബിയിൽ നിന്ന് സ്വീകരിക്കാം, ABയിൽ നിന്ന് സ്വീകരിക്കാം, ഓയിൽ നിന്ന് സ്വീകരിക്കാം. O ഉള്ളവർക്ക് ഓയിൽ സ്വീകരിക്കാം. ഇനി രക്തക്കുഴലുകൾ, ധമനികളുണ്ട്, സിരകളുണ്ട്. ധമനികൾ എന്ന് പറയുന്നത് ഓക്സിജൻ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ്. ധമനികൾ എന്ന് പറയുന്നത് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ്. സിരകൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് പറയുന്നത് മഹാധമനി, അല്ലെങ്കിൽ അയോട്ടയാണ്. ഇതെവിടെയാണുള്ളത്? ഹാർട്ടിൻ്റെ അടുത്താണ് ഉള്ളത്. ആ മഹാധമനിയിലോട്ടാണ് രക്തം
ഒറ്റയടിക്ക് പമ്പ് ചെയ്യുക. പിന്നെ ഊർധ്വമഹാശിര, അതേപോലെ ഇൻഫീരിയർ വീനക്കവ, സുപ്പീരിയർ വീനക്കവ, ഇതെല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കണം. പിന്നെ ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര എന്ന് പറയുന്നത് മഹാസിരയാണ്, അതായത് ഇൻഫീരിയർ വീനക്കവയാണ്. ലോമികകൾ, ധമനികളെയും സിരകളെയും യോജിപ്പിക്കുന്നവയാണ് ലോമികകൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലസിക ഗ്രന്ഥി അത് പ്ലീഹയാണ്. ഇനി ഹൃദയം, ഏട്രിയമുണ്ട്, വെൻട്രിക്കിളുണ്ട്. വലത് ഭാഗത്ത്, വലത് ഏട്രിയത്തിലേക്ക് എന്ത് സംഭവിക്കാം? അശുദ്ധ രക്തം വരും. ദെൻ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലേക്ക് പോകും. വെൻട്രിക്കിൾ നേരെ പമ്പ് ചെയ്തിട്ട് ശ്വാസകോശത്തിലെത്തും. പിന്നെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. ഞാൻ പറഞ്ഞിരുന്നു. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. പൾമനറി ധമനിയാണ് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി. അതുപോലെ പൾമനറി സിരയാണ് രക്തം വഹിക്കുന്ന, ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര എന്ന് പറയുന്നത്. ശ്വാസകോശ ധമനി എന്ന് പറയുന്നത് പൾമനറി ധമനിയാണ്. ശ്വാസകോശ സിര എന്ന് പറയുന്നത് പൾമനറി സിരയാണ്. സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും, സിസ്റ്റോളിക് പറഞ്ഞാൽ കംപ്രസ് ചെയ്യുന്ന സമയത്തുള്ള, ഹൃദയം സങ്കോചിക്കുന്ന സമയത്തുള്ള പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് വിശ്രമാവസ്ഥയിലുള്ള ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് മെഡുല ഒബ്ലോങ്കേറ്റ് ആണ്. രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 മില്ലിഗ്രാം HG ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപിൻ എന്ന് പറയുന്നത്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. കാർഡിയാക് പേസ് മേക്കർ കണ്ടെത്തിയത് ജോൺ ഹൂപ്സ് ആണ്. ഹൃദയധമനികളുടെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധന രീതിയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ഹൃദയധമനികളെ തടസ്സത്തിൽ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അടുത്തത് രക്തപര്യനം. നമ്മുടെ ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ 2 തവണ കടന്നു പോകുന്ന പ്രവർത്തനമാണ് ഇരട്ട രക്തപര്യനം. വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ശ്വാസകോശത്തിലെത്തി തിരികെ ഇടത് ഏട്രിയത്തിൽ പ്രവർത്തിക്കുന്ന രക്തപര്യനമാണ് പൾമനറി പര്യനം. അതുതന്നെയാണ് പൾമനറി സിരയും പൾമനറി ധമനിയും ചെയ്യുന്നത്. അതേസമയം ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ശരീരം മൊത്തം സഞ്ചരിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത്. അവയവങ്ങളിൽ നിന്ന് മറ്റു അവയവത്തിലേക്ക് രക്തത്തെ സംഭവിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ശ്വസന വ്യവസ്ഥ. ശ്വസന വ്യവസ്ഥയിൽ നമ്മൾ ആലോചിക്കേണ്ട ഏതൊക്കെയാണ്? നാസഗഹ്വരം, നാസവാതം, പിന്നെ ശ്വാസകോശത്തിനെയും കോശം ഭിത്തിക്കും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറ ദ്രവം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പ്ലൂറ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ആൽവിയോളസിനെ ആലോചിക്കുന്ന വായുവറകളാണ് ആൽവിയോളസുകൾ എന്ന് പറയുന്നത്. ശ്വസന പ്രക്രിയയിലെ 2 പ്രവർത്തനങ്ങളാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഇന്റർകോസ്റ്റൽ പേശികൾ, ഡയഫ്രം എന്നിവ ഈ ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികളാണ്. ലങ്സിന് പേശികളൊന്നും ഇല്ല. അടുത്തത് ശ്വാസകോശ രോഗങ്ങളാണ് ആസ്ഫിക്സിയ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, സാർസ്, ആസ്മ എന്നൊക്കെയുള്ളത്. ഇനി ദഹന വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ ആഹാര സ്വീകരണം, ദഹനം, സ്വാംശീകരണം എല്ലാം ഓർത്തു വയ്ക്കുക. അടുത്തത് ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. നാസാഗഹ്വരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഉണ്ണാക്ക്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രക്താണുക്കളെ നശിപ്പിക്കുന്ന രാസാക്കിയാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ പല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം 32 പല്ലുകളുണ്ട്. അവയിൽ ഉളിപ്പല്ലുകൾ 8 എണ്ണവും കൊമ്പല്ലുകൾ 4 എണ്ണവും. ചർവർണകം 8ഉം ചർവർണകം 12ഉമാണ്. അത്രയും കാര്യങ്ങൾ ഓർക്കുക. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഉദരാശയത്തിന് ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആമാശയ രസം. ആമാശയ രസത്തിലെ പ്രധാന ഘടകങ്ങളാണ് പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം എന്ന് പറയുന്നത്. ആമാശയത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ. പാലിലെ പ്രോട്ടീനായ കേസിനെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ എന്ന് പറയുന്നത്. ആമാശയത്തിൽ നിന്ന് വരുന്ന അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമാക്കുന്ന ദഹനരസമാണ് പിത്തരസം എന്ന് പറയുന്നത്. പിത്തരസം സംഭരിപ്പിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. കൊഴുപ്പിനെ ചെറു കണികളാക്കുന്ന പ്രക്രിയയാണ് എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ബിലിറുബിൻ ശരീരദ്രാവകങ്ങളാൽ കലർന്ന് കലകളിൽ വ്യാപിപ്പിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറമുണ്ടാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് അമിലേസ് എന്ന് പറയുന്നത്. മാംസത്തെ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് പ്രോട്ടിയേസ് എന്ന് പറയുന്നത്. ചെറുകുടലിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ലിപ്പേസ് എന്ന് പറയുന്ന രാസാഗ്നി അതെന്തിനെ സഹായിക്കുക? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റാനാണ് ലിപ്പേസ് എന്നുള്ള രാസാഗ്നി സഹായിക്കുക. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത്? മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെറുകുടലിൽ വെച്ചാണ് പൂർത്തിയാക്കുന്നത്. ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആന്ത്രരസം എന്ന് പറയുന്നത്. വൻകുടലിൻ്റെ 3 ഭാഗങ്ങളാണ് കോളൻ, റെക്ടം, സീക്കം എന്നിവ. ചെറുകുടലിൻ്റെ 3 ഭാഗങ്ങളാണ് ഡിയോഡിനം, ജജനം, ഇലിയം എന്നുള്ളത്. പിന്നെ സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. കെരാറ്റിൻ ധാരമുള്ള ബീറ്റ കെരാറ്റിൻ വിറ്റമിൻ എ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും കരളിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നു പോകുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം എന്ന് പറയുന്നത് കരളാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ കെ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അതും കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം അത് കരളാണ്. 2 ലോബുകളുള്ള അവയവം അത് കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം കരളാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. മലിനീത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിക്കുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം അത് വൃക്കയാണ്. അടുത്തത് വൃക്കയിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തുന്ന കുഴലാണ് വൃക്ക ധമനി എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാസിര. അതിനെ റീനൽ വെയിനാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. വൃക്ക രോഗങ്ങൾ എന്ന് പറയുന്നത് വൃക്കയിൽ കല്ലുണ്ടാകുന്ന അങ്ങനെയാണ്. കാൽസ്യം ലവണങ്ങൾ തരികളായിട്ട് അടിഞ്ഞുകൂടിയിട്ടാണ് വൃക്കയിലെ കല്ലുണ്ടാകുന്നത്. കാൽസ്യം ഓക്സലേറ്റാണ് വൃക്കയിലെ കല്ല് കെമിക്കൽ നാമം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി അത് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് 206 അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളാണ് സന്ധിവാതം, സന്ധി വീക്കം, ഓസ്റ്റിയോമലേഷ്യ, കാണ എന്നിവയൊക്കെ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് സെറിബലമാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺട്രോളിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ തൽക്കാലം ബയോളജി നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.